യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അതേ അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ ദൈവം ഇടപെടുന്നതായ രീതികൾ, അതേപോലെ തന്നെ അബ്രഹാം ദൈവത്തോട് എപ്രകാരം ഇടപെടുന്നു, അബ്രഹാമിന് ദൈവത്തോടുള്ള ചോദ്യങ്ങൾ, അതേ ദൈവത്തോടുള്ള പ്രാർത്ഥന, അതിന് ദൈവം കൊടുക്കുന്നതായ മറുപടികൾ, അതേപോലെ തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വരുന്നതായ മാറ്റങ്ങൾ, ഇവയെല്ലാം നമ്മൾ പഠിക്കുന്നത്, ധ്യാനിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കും ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ വളരെ നിർണായകരമായ അറിവുകൾ നേടുവാനും അതേസമയം തന്നെ പ്രായോഗികമായി നമ്മൾ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന് കൂടുതൽ ധൈര്യം പകരുന്നതായ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങളെ കൊടുക്കുമ്പോൾ അത് അവന് വലിയൊരു സന്തോഷമായ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അബ്രഹാം വളരെ വിജയാളിയായി കടന്നു വന്ന്, എന്നാൽ അതേസമയം തന്നെ വളരെയധികം ഭാരത്തോടുകൂടെ, ഒരു ശൂന്യതാ മനോഭാവത്തോടുകൂടെ അബ്രഹാം ഇരിക്കുമ്പോൾ ദൈവം അവനോട് ദർശനത്തിൽ സംസാരിപ്പാനിടയായി തീർന്നു. അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും അതേ നിന്റെ പരിചയമാകുന്നു. പക്ഷേ ഇങ്ങനെയുള്ളൊരു വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുക്കുമ്പോഴും അബ്രഹാമിന് അതിയായി സന്തോഷിക്കാൻ കഴിയുന്നതായ ഒരു അവസ്ഥയിലായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അബ്രഹാമിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. തന്നെ അലട്ടിക്കൊണ്ടിരുന്നതായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ ഈ ശൂന്യത എന്ന് പറയുന്നത്, എത്രത്തോളം നമുക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചെന്നാലും, എത്രത്തോളം സന്തോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടന്നാലും പലപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്തതായ അവസ്ഥ, ആ അവസ്ഥ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ വളരെയധികം ഭാരപ്പെടുന്ന ഒരവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മൾ മറ്റാരോടും പറയാത്തതായ ഒരു വിഷയം നമ്മെ വളരെയധികം അലട്ടാറുണ്ട്. നോക്കൂ, ആ വിഷയത്തെ എങ്ങനെയാണ് അബ്രഹാം ദൈവത്തിനു മുമ്പാകെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. അതിന് അബ്രഹാം, കർത്താവ് യഹോവേ, നീ എനിക്ക് എന്തു തരും? നീ എനിക്ക് എന്തു തരും? നോക്കൂ, നീ എനിക്ക് എന്തു തരും എന്നുള്ള ഒരു കാര്യം അബ്രഹാം ചോദിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ അതിശയിച്ചു പോകും. കാരണം 2 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിനോട് കൊടുത്തു കഴിഞ്ഞു. അത് ദൈവം അവന് കൊടുക്കുന്നതായൊരു വാഗ്ദത്തവും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ഉറപ്പും കൂടിയാണ്. അതിൽ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പരിചയായി നിന്നോടുകൂടി ഇരിക്കും, അതേപോലെ തന്നെ നിന്റെ അതിമഹത്തായ പ്രതിഫലമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നിട്ടും അബ്രഹാം ചോദിക്കുന്നു, നീ എനിക്ക് എന്തു തരും? അതിനർത്ഥം ദൈവം തനിക്ക് നൽകാനുണ്ട് എന്നുള്ള ഒരു ചിന്ത അബ്രഹാമിനെ ഭരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ അബ്രഹാമിനെ കാണുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഈ 12-ാം അധ്യായത്തിൽ തന്നെയാണ് അബ്രഹാമിന് ദൈവം മകനെ നൽകുമെന്നുള്ളതായ, സന്തതിയെ കൊടുക്കുമെന്നുള്ളതായ വാഗ്ദത്തം ദൈവം നൽകുന്നത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ഈ 75-ാമത്തെ വയസ്സിൽ ഒരു മകനുണ്ടാകും അല്ലെങ്കിൽ സന്തതികൾ ഉണ്ടാകും എന്നുള്ള വാഗ്ദത്തം കൊടുത്തിട്ട് 1-2 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ ആ വാഗ്ദത്തം നിറവേറുമെന്നായിരിക്കാം ഒരുപക്ഷെ അബ്രഹാം വിശ്വസിക്കുന്നത്. എന്നാൽ നോക്കൂ, ഏതാണ്ട് 25 വർഷത്തോളം കടന്നു പോകുന്നതായ ഒരു സന്ദർഭം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏതാണ്ട് 15 വർഷം കഴിഞ്ഞാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്തം ലഭിച്ചതിന് ശേഷം ഏതാണ്ട് 15 കൊല്ലത്തിന് ശേഷം അബ്രഹാം വളരെ അസ്വസ്ഥനായി ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, നീ എനിക്ക് എന്തു തരും? അതിനർത്ഥം ദൈവം തനിക്ക് എന്തോ കൊടുക്കാനുണ്ട് എന്നുള്ളതായ ഒരു വളരെ വ്യക്തമായൊരു ചിന്ത അബ്രഹാമിനെ ഭരിച്ചുകൊണ്ടിരുന്നു. എപ്പോഴൊക്കെ ദൈവവുമായിട്ട് അഭിമുഖത്തിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തത്തെ താൻ ഓർക്കാറുണ്ട്. പക്ഷേ ആ വാഗ്ദത്തം ദൈവത്തോട് ഓർമ്മിപ്പിക്കുവാൻ അബ്രഹാമിന് കഴിയാതിരുന്നതായ സന്ദർഭവുമുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ വിചാരിക്കരുത് അബ്രഹാം ദൈവത്തെ സംശയിച്ചു എന്നുള്ളത്. മറിച്ച് അബ്രഹാമിന് വേണ്ടതായ ഒരു കാര്യമായിരുന്നു ആ വാഗ്ദത്തത്തെ കൂടുതൽ വ്യക്തതയോടുകൂടെ ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്നുള്ളതും, അതേപോലെ തന്നെ തൻ്റെ ദർശനത്തിനും വിശ്വാസത്തിനും ഒരു പുതുക്കം ഉണ്ടാകണമെന്നും അബ്രഹാം ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നത്, നീ എനിക്ക് എന്ത് തരും? എന്നിട്ട് എന്താണ് അബ്രഹാം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എൻ്റെ അവകാശി
ദമശ്കുകാരനായ ഈ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. നോക്കൂ, ഈ അബ്രഹാം ഇവിടെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഈ വാക്യത്തിൽ നമ്മൾ താഴോട്ട് കൂടുതലായി പറയാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അബ്രഹാം ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം ഇവിടെ അബ്രഹാമിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യമാകുകയും ചെയ്യുന്നുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്തു എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് അത് അതിൻ്റെ സമയത്ത് നിറവേറുന്നില്ല എന്നുള്ളതായ ഒരു നിരീക്ഷണം അബ്രഹാമിനുണ്ടായപ്പോൾ അബ്രഹാം അതൊരു പ്രാർത്ഥനയായി അതേ ദൈവത്തിനുമ്പാകെ അർപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കാറുണ്ട്, യെസ്, ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, അത് നിറവേറുക തന്നെ ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്. അബ്രഹാമിന്റെ ജീവിതവും അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനു വേണ്ടി ദൈവത്തെ ഓർമ്മിപ്പിക്കണം എന്നുള്ളതാണ്. അതിനർത്ഥം ദൈവത്തിന് ഓർമ്മയില്ലാത്ത ദൈവം ആണെന്നുള്ളതല്ല, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതല്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ അവനെ ഓർമ്മിപ്പിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ അത് സംബന്ധിച്ചുള്ള ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കും. യെശയ്യാവിന്റെ പ്രവചനം 62-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ യഹോവയെ ഓർപ്പിക്കണം എന്നുള്ളത്. രണ്ടാമത്, നമ്മൾ സ്വസ്ഥരായിരിക്കരുത് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ നമ്മൾ സ്വസ്ഥത കൊടുക്കുന്നവർ ആയിത്തീരരുത്. ഈ ഒരു കാര്യം നമ്മെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് എന്തുകൊണ്ട് നമ്മൾ സ്വസ്ഥത കൊടുക്കരുത്? അതായത് ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത് എന്ന് പറയുന്നത് ദൈവം നമ്മളെ മറന്നു പോകുന്നുണ്ടല്ല, മറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നു. അതായത് ദൈവം നമുക്ക് നൽകിയതായ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അതെ, നമ്മൾ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അർത്ഥം അവിടെയുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് ആ അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം ഓരോ ദിവസം ചെല്ലുന്തോറും പുതുകി വരത്തക്കവണ്ണമുള്ളതായ ഒരു പശ്ചാത്തലം ദൈവം നമ്മളിൽ മനഃപൂർവമായി സംജാതമാക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല കേട്ടോ. ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ നൽകി എന്ന് വരികിലും ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ 10, 15 അല്ല 25 വർഷമോ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി സമയമെടുക്കാമായിരിക്കാം. പക്ഷെ അപ്പോഴും ക്ഷമയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നെങ്കിൽ, ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, അതെ, ദൈവം നമുക്ക് ഒന്നും ദോഷകരമാക്കി തീർക്കത്തില്ല, എല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപിപ്പാൻ ഇടയായിത്തീരും. നോക്കൂ, ഇവിടെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ഈ യുദ്ധങ്ങൾ നടക്കുമ്പോഴും അബ്രഹാം 4 രാജാക്കന്മാരെ നേരിടുമ്പോഴും അതെ, തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ കുടുംബത്തെയും അവരുടെ കയ്യിൽ നിന്നൊക്കെ വിടുവിക്കുമ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോഴും അതെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ ശൂന്യതയുണ്ട്. പക്ഷെ അതിനെ ഒരു പ്രാർത്ഥന വിഷയമാക്കി ദൈവസന്നിധിയിൽ അവൻ അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഇടപെടൽ അവന് അനുഭവിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇങ്ങനെയുള്ള ഓരോ സന്ദർഭത്തിലും അബ്രഹാം ബലം പ്രാപിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് നീണ്ട 25 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ഒരു കാലഘട്ടമല്ലായിരുന്നു. ജീവിതത്തിൽ ശൂന്യതകളുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു ഫീലിംഗ് സംഭവിക്കുമ്പോൾ താൻ ദൈവസന്നിധിയിൽ പോയി തൻ്റെ കാര്യങ്ങളെ വ്യക്തതയോടുകൂടെ പറയുമായിരുന്നു. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടതും ഇതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് മാത്രമല്ല. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, മേ ബി എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോട് ചേർന്നുള്ള ശക്തമേറിയതായ ഒരു ബന്ധമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യു ആർ ലിവിങ് വിത്ത് യുവർ പ്രോമിസസ്. നിങ്ങളുടെ വാഗ്ദത്തങ്ങളോട് കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധവും അതേപോലെ തന്നെ വാഗ്ദത്തങ്ങളോട് കൂടിയതായ ആ അനുഗ്രഹീതമായ ബന്ധമാണ്. അതിൽ തുടരുവാൻ
ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അതെ, അവർ ഗാഡ് ലിവ്സ്, നമ്മുടെ ദൈവം ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. അബ്രഹാം അത് തന്നെയാണ് പറയുന്നത്. അതെ, ഞാൻ ജീവിക്കുന്നതിന്റെ കാരണം എൻ്റെ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക് കടന്നു വരുവാനും ദൈവത്തോടൊപ്പമുള്ള ജീവിതം അതെ വളരെ ആസ്വാദ്യകരമായി തീർന്ന അതെ ദൈവത്തോടുള്ള ബന്ധം അതെ ഓരോ ദിവസവും പുതുകി വരത്തക്കവണ്ണമുള്ള ആ അനുഭവത്തിലൂടെ പോകുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. എത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതത്തിന് പ്രാധാന്യമുണ്ട്, എത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതിൽ പ്രാധാന്യമുണ്ട്. ദൈവമേ, ആ ഒരു മേഖലയിൽ ഞങ്ങൾ ഓരോരുത്തരും ശക്തരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേ ആമേ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കൂടാതെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് അതേ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന് അതേ ഒരു സഭയുടെ കൂട്ടായ്മ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.